അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അനേകം മതങ്ങൾക്കും അറിവുണ്ടെങ്കിലും മരണശേഷം ഒരു ന്യായവിധി ഉണ്ടെന്നും ആ ന്യായവിധിക്ക് ശേഷം നിത്യജീവിതത്തിനായി 2 സ്ഥലങ്ങളുണ്ടെന്നും അതിൽ ഒരു സ്ഥലം ന്യായവിധിയിൽ കുറ്റക്കാരായി തീരുന്ന വ്യക്തികൾക്ക് വസിക്കുവാനുള്ള യാതന സ്ഥലമാണെന്നും മറ്റൊന്ന് ന്യായവിധിയിൽ ജയിക്കുന്ന വ്യക്തികൾക്ക് താമസിക്കുവാനുള്ള സ്വർഗരാജ്യമാണെന്നും വ്യക്തമായി പഠിപ്പിക്കുന്നത് ബൈബിൾ മാത്രമാണ്. യഹൂദന്മാരുടെ ഇടയിൽ പോലും 2 തരം വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. പുനരുദ്ധാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സാധുക്യർ വിശ്വസിക്കുന്നു. പരീശന്മാരോ പുനരുദ്ധാനമുണ്ട്, ദൂതനും ആത്മാവുമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുനരുദ്ധാനവും ദൂതനും ആത്മാവുമില്ല എന്ന് സാധുക്യർ വിശ്വസിച്ചു എന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നടക്കാതിരുന്നില്ല. മരിച്ച വ്യക്തികളും ഇനി മരിക്കാനിരിക്കുന്ന വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അവരും പുനരുദ്ധാനം പ്രാപിക്കുക തന്നെ ചെയ്യും. ഏത് മനുഷ്യനും മരിക്കും. മരിക്കുന്നവരെല്ലാവരും അക്ഷയരായി ഉയർക്കും. 2 പ്രാവശ്യമായിട്ടായിരിക്കുമെന്ന് മാത്രം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കായും ഉണരും. നാം കേട്ട വാക്യത്തിൽ ചിലർ നിത്യജീവനായും ഉണരും എന്നത് ശ്രദ്ധേയമാണ്. ഓർക്കുക, 2 കൂട്ടരും ഉണരുകയാണ് ചെയ്യുന്നത്. 2 വിധം ആളുകൾ മരിച്ചവരായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ 2 കൂട്ടരും ഉണരുന്നു. 2 കൂട്ടരും നിത്യമായി ജീവിക്കുവാനാണ് ഉണരുന്നത്. 2 കൂട്ടം ആളുകളും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവരായിരുന്നു. എന്നാൽ മരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ 2 കൂട്ടർക്കും വീണ്ടും ജീവൻ ലഭിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ വീണ്ടും ജീവിക്കുന്നത് ദൈവത്തോടു കൂടെ നിത്യം സന്തോഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകൾ വീണ്ടും ജീവിക്കുന്നത് ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ആകുന്നു. ദൈവത്തോടു കൂടെ സന്തോഷിക്കുന്നതിനായി ഉയർക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരണം ലഭിക്കുമ്പോൾ നിത്യലജ്ജയ്ക്കായി വീണ്ടും ജീവിക്കുന്ന വ്യക്തികൾക്ക് പ്രവേശനം ലഭിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലേക്കാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം കേട്ടതുപോലെ ഒരു പ്രമാണി യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തോടു കൂടെ സന്തോഷിക്കുവാൻ കഴിയുന്ന നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന്. ഈ വ്യക്തി ഒരു പ്രമാണിയാണ്. കൗൺസിൽ മെമ്പറോ സന്നിധി സംഘത്തിൽ അഥവാ ജൂയിഷ് കോർട്ടിലെ മജിസ്ട്രേറ്റോ ആകുവാനാണ് സാധ്യത. ചോദിച്ചത് യേശുവിനോടായതിനാൽ യേശു ന്യായപ്രമാണത്തിൽ നിന്നും അതിന് ഉത്തരം കൊടുത്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു ന്യായപ്രമാണത്തിലെ ചില വാക്യങ്ങൾ പറയുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ മനുഷ്യർ അനുസരിക്കേണ്ടതെന്ന് യേശു പഠിപ്പിച്ചു. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ചില കൽപ്പനകൾ വേറെയും ഉള്ളതിനാലാണ് യേശു യവനക്കാരനോട് എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞത്. എന്നാൽ യവനക്കാരൻ യേശുവിനോട് പറയുകയാണ്, ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ അനുസരിക്കുന്നുവെന്ന്. യേശു അതിന് കൊടുത്ത മറുപടി പ്രകാരമായിരുന്നു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് ദുഃഖിതനായി തീർന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യവനക്കാരൻ ന്യായപ്രമാണം ചെറുപ്പം മുതൽ അനുസരിക്കുന്നവനായിരുന്നെങ്കിലും അവൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കേണ്ടതിന് പകരം ലോകസ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്നവനായിരുന്നു. യേശുവിനായി യവനക്കാരനുമായി ബന്ധപ്പെടുവാൻ കഴിയാതെ വണ്ണം അവൻ സമ്പത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. അതായത് ഈ യവനക്കാരൻ്റെ സന്തോഷം മുഴുവൻ അവൻ്റെ സമ്പത്തിലായിരുന്നു. നമുക്ക് ദൈവത്തെയും മാമോനെയും അഥവാ ലോകത്തെയും ഒന്നിച്ച് സ്നേഹിക്കുവാൻ കഴിയുകയില്ല. യേശു ആ യവനക്കാരിൽ കണ്ട കുറവ് ആ വ്യക്തി ന്യായപ്രമാണം അനുസരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാലും ലോകത്തെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു, ധനത്തെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു. യേശുവിന് ആ വ്യക്തി ലഭ്യമാകണമെങ്കിൽ
അവൻ തൻ്റെ ധനം നഷ്ടപ്പെടുത്തേണം, അഥവാ ധനത്തിലുള്ള അവൻ്റെ ആശ്രയം നഷ്ടപ്പെടുത്തേണമായിരുന്നു. ധനത്തിൽ ആശ്രയമില്ലാത്തവനും ധനത്തെ ദൈവത്തെക്കാളധികം സ്നേഹിക്കാത്തവനും ആകേണമായിരുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് നിത്യജീവൻ അവകാശിയായി തീരുവാൻ സാധിക്കൂ. നാം നമ്മുടെ ധനം മറ്റെല്ലാവർക്കും വീതിച്ചു നൽകുവാനല്ല, പിന്നെയോ ധനത്തിനു വേണ്ടി മാത്രം ജീവിക്കാതെ നിത്യജീവൻ അവകാശികളായി തീരുന്നതിന് വേണ്ടി പാപത്തോട് പോരാടി ജയിക്കുകയും മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് സാരം. ന്യായപ്രമാണം അനുസരിക്കുന്ന പരീശന്മാർ സാധാരണ ചെയ്യുന്നത് എന്താണോ നിയമത്തിൽ പറയുന്നത് അത് മാത്രം അനുസരിക്കും. ₹1 കൊടുക്കുവാൻ പറഞ്ഞാൽ അത് കൃത്യമായി കൊടുക്കും. എന്നാൽ ഒരുവനോട് കരുണ കാണിക്കുന്ന കാര്യത്തിൽ അവർ മുഖം തിരിക്കും. വ്യഭിചാരികളെ കല്ലെറിയണമെന്ന് ന്യായപ്രമാണം കൽപ്പിക്കുന്നു, അതിനാൽ വ്യഭിചാരികളെ അവർ കല്ലെറിയുന്നു. എന്നാൽ കരുണ ആവശ്യമായി വരുന്നവരോട് കരുണ കാണിക്കുന്ന കാര്യത്തിൽ അവർ പരാജയമാണ്. അതുകൊണ്ടാണ് യേശു യൗവനക്കാരനോട് പറഞ്ഞത്, ഒരു കുറവ് നിനക്കുണ്ട്. അതെ, നമുക്ക് എന്തെല്ലാം യോഗ്യതകളുണ്ടെങ്കിലും, നമ്മുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ടെങ്കിലും, നമുക്ക് സ്നേഹമില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ അഥവാ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നിത്യജീവനിൽ പ്രവേശിക്കുവാൻ കഴിയാതെയാകുന്ന ആ ഒരു കുറവ് എന്നത് ദൈവസ്നേഹമാണ്. ആ സ്നേഹം എന്നത് സകലരോടും ക്ഷമിക്കുന്നതും കരുണ കാണിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നതെന്ന് കർത്താവ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സകലരോടും കരുണ കാണിച്ച് സകല വ്യക്തികളോടും ക്ഷമിച്ച് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിത്യജീവൻ അവകാശികളായി തീരുവാൻ യോഗ്യത പ്രാപിച്ചിട്ടില്ല എങ്കിൽ അങ്ങ് അവർക്ക് അതിന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.